Hello students. അപ്പോൾ നെക്സ്റ്റ് ചാപ്റ്റർ മൊമെന്റ്സ് ആൻഡ് സെന്റർ ഓഫ് മാസ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്, എസ്സേ ചോദിക്കാറുള്ളതാണ് ഈ ഭാഗത്തു നിന്ന്. അപ്പോൾ നന്നായിട്ട് പഠിക്കാം. അപ്പോൾ എന്താണ് സെന്റർ ഓഫ് മാസ് എന്നുള്ളത് നോക്കാം. ഡെഫിനേഷൻ ഇതാണ്: മെനി സ്ട്രക്ചേഴ്സ് ആൻഡ് മെക്കാനിക്കൽ സിസ്റ്റംസ് ബിഹേവ് ആസ് ഇഫ് ദെയർ മാസസ് വേർ കോൺസെൻട്രേറ്റഡ് അറ്റ് എ സിംഗിൾ പോയിന്റ് കോൾഡ് ദി സെന്റർ ഓഫ് മാസ്. ഓക്കെ, അതിൻ്റെ ഒരു പോയിന്റിൽ അതിൻ്റെ മാസ് മുഴുവൻ ആ ഒരു സിംഗിൾ പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതായിട്ടൊരു ഫീല്, അതിനെയാണ് നമ്മൾ സെന്റർ ഓഫ് മാസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെനി ഒബ്ജക്ട്സ് വിൽ റിമൈൻ ഇൻ ഇക്വിലിബ്രിയം ഇഫ് സപ്പോർട്ടഡ് അറ്റ് ഇറ്റ്സ് സെന്റർ ഓഫ് മാസ്. സെന്റർ ഓഫ് മാസിലൊരു സപ്പോർട്ട് ഉണ്ട് എങ്കിൽ ആ ഒബ്ജക്റ്റിനെ നമുക്ക് ഇക്വിലിബ്രിയത്തിൽ നിർത്താനായിട്ട് പറ്റും. ഇപ്പോൾ എക്സാമ്പിൾസ് ഇതിൽ വരുന്നുണ്ട്: സീസോ, അതുപോലെയുള്ള സാധനങ്ങൾ, ഫൾക്രം, അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഇക്വിലിബ്രിയത്തിന് നിർത്തുന്നതും അതുപോലെ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എക്സാമ്പിൾസ് ആയിട്ട് എടുക്കാം. നെക്സ്റ്റ്, മെഷർ ഓഫ് മാസ്. ഒരു ബോഡിയുടെ മാസിനെ നമുക്ക് ഏതെല്ലാം യൂണിറ്റിൽ മെഷർ ചെയ്യാം എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ, സ്ലഗ്. ഇംഗ്ലീഷ് സിസ്റ്റം ഓഫ് യൂണിറ്റിൽ സ്ലഗാണ് മാസിൻ്റെ യൂണിറ്റ് ആയിട്ട് വരുന്നത്. ദെൻ ഇന്റർനാഷണൽ സിസ്റ്റത്തിൽ കിലോഗ്രാം, നമ്മൾ യൂസ് ചെയ്യുന്നത് കിലോഗ്രാം ആണ്, ഗ്രാം ആൻഡ് കിലോഗ്രാം അല്ലേ. ഇനി അടുത്തതാണ് സെന്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ് സിസ്റ്റം. അങ്ങനെ ഒരു സിസ്റ്റം കൂടിയുണ്ട്. അതിന് മാസിന്റെ യൂണിറ്റ് ആയിട്ട് വരുന്നത് ഗ്രാം ആണ്. എല്ലാം നോക്കി സെന്റിമീറ്റർ, ഗ്രാം, അപ്പോൾ എല്ലാം ആ ലോ ഇതിലുള്ളതാണ് എടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു കോമൺ ആയിട്ട് നമ്മൾ എപ്പോഴും ഇന്റർനാഷണൽ സിസ്റ്റം കിലോഗ്രാം ആണ് ഫോളോ ചെയ്യാറ്. നെക്സ്റ്റ് ഡെഫിനേഷൻ നോക്കാം. If an object of mass m is placed in a location where the acceleration of gravity is g, the object's weight where there is F is equal to mg. അപ്പോൾ മാസ് എം ആണ് എങ്കിൽ വെയിറ്റ് എന്ന് പറയുന്നത് വെയിറ്റ് ഈക്വൽ ടു എം ഇൻറ്റു ജി. അത് എഫ് ആയിട്ടാണ്, ന്യൂട്ടൺസ് സെക്കൻഡ് ലോ പ്രകാരം അത് ഫോഴ്സായിട്ട്, ആ വെയിറ്റിനെ ഫോഴ്സായിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ആ ബോഡിയുടെ വെയിറ്റ് എന്ന് പറയുന്നതും ആ ബോഡി ചെയ്യുന്ന അതിൻ്റെ ഒരു ഫോഴ്സ്, ആ ബോഡി അവിടെ ഉള്ളതുകൊണ്ട് ഉണ്ടാവുന്ന ഫോഴ്സ് എന്ന് പറയുന്നതും എഫ് ഈക്വൽ ടു മാസ് ഇൻറ്റു ജി, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഓക്കെ, ഗ്രാവിറ്റി, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഓക്കെ, അപ്പോൾ എം ജി, എഫ് ഈക്വൽ ടു എം ജി എന്നാണ് അതിൻ്റെ വെയിറ്റ് വരുന്നത്. ദെൻ നമ്മൾ സ്ലഗിലാണ് എങ്കിൽ ജിയുടെ വാല്യൂ നമുക്കറിയാലോ. സ്ലഗിലാണ് മാസ് എങ്കിൽ അത് 32 ഫീറ്റ് പെർ സെക്കൻഡ് സ്ക്വയർ ആണ്, അതായത് ഇംഗ്ലീഷ് സിസ്റ്റത്തിൽ. ഇനി കിലോഗ്രാമിലാണ് മാസ് എങ്കിൽ ജി എടുക്കേണ്ടത് 9.8, അതാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യാറ്. അത് ഇന്റർനാഷണൽ സിസ്റ്റത്തിൽ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ദെൻ സെന്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ് സിസ്റ്റം CGSലാണ് മാസ് തന്നിരിക്കണമെങ്കിൽ ജിയുടെ വാല്യൂ എടുക്കേണ്ടത് 980 സെന്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നാണ്. ഓക്കെ, അപ്പോൾ ഏത് സിസ്റ്റമാണോ യൂസ് ചെയ്യുന്നത് അതനുസരിച്ചിട്ട് ജിയുടെ വാല്യൂവിലുള്ള ഡിഫറൻസ് ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതൊന്ന് ഓർത്ത് വെക്കുക. ഏതിലാണോ തന്നിരിക്കുന്നത് അതിനനുസരിച്ചിട്ട് ജിയുടെ വാല്യൂ എടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ അതിൻ്റെ എക്സ്പ്ലനേഷൻസ് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോട്ടിൽ എഴുതുമ്പോൾ ഈ മെഷർ ഓഫ് മാസ് മുതൽ എഴുതുക. ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെഷർമെൻ്റ് എഴുതുക, മാസിൻ്റെ ഡെഫിനേഷൻ എഴുതുക, ജിക്ക് എടുക്കാവുന്ന, ഓരോ സിസ്റ്റത്തിലും ജിക്ക് എടുക്കാവുന്ന വാല്യൂസ് എഴുതുക. ബുള്ളറ്റ് ഇട്ട് എഴുതിയിരിക്കുന്നത് എഴുതണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, നെക്സ്റ്റ് ഹെഡിങ് എഴുതേണ്ടത് മാസസ് എലോങ് എ ലൈൻ. ഓക്കെ, അപ്പോൾ അതെന്താണെന്ന് നോക്കാം. മാസസ് എലോങ് എ ലൈൻ. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത് ഒരു ഫൾക്രം തന്നിട്ടുണ്ട്. ആ ഫൾക്രത്തിൽ കുറച്ച് മാസുകൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. M1, M2, M3. ഫൾക്രത്തിൻ്റെ ഒറിജിനാണ് ഇവിടെ O എന്ന് മാർക്ക് ചെയ്തിട്ട് കാണിച്ചിരിക്കുന്നത്. പിന്നെ ഈ X1, X2, X3 ഒക്കെ കാണിച്ചിരിക്കുന്നത് ഒറിജിനിൽ നിന്ന്, അതായത് ഈ സപ്പോർട്ട് കൊടുക്കുന്ന ഈ ഒറിജിനിൽ നിന്ന് M1 എന്ന് പറയുന്ന ഫസ്റ്റ് മാസിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് X1 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് മാസായ M2ലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് X2 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. തേർഡ് മാസായ M3ലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് X3 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ,
അപ്പോൾ ഇങ്ങനെയാണ് ഒരു ലൈനിൽ നമ്മൾ ഒരു പെർട്ടിക്കുലർ ഇപ്പോൾ ഫൾക്രം അല്ലെങ്കിൽ സീസോ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു സപ്പോർട്ടും പിന്നെ അതൊരു ലൈൻ പോലെയാണല്ലോ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതിൽ ഡിഫറെൻറ്റ് മാസുകൾ, അപ്പോൾ ഒരു ലൈനിന്മേൽ ഡിഫറെൻറ്റ് മാസുകൾ അറേഞ്ച് ചെയ്താൽ ഉണ്ടാകുന്ന ഒരു സിസ്റ്റം ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ മാസസ് എലോങ് എ ലൈൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോമിൽ വരുന്നവരെയാണ്, അല്ലെങ്കിൽ ഈ ഫോമിൽ വരുന്ന മാസുകളെയാണ് നമ്മൾ മാസസ് എലോങ് എ ലൈൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പറയുന്ന കാര്യം ഇതാണ്, എന്താണ് ടോർക്ക് എന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. Each mass mk exerts a downward force mkg equal to the magnitude of mass times acceleration of gravity. mkg നമ്മൾ mg എന്ന് പറഞ്ഞ ആ വെയിറ്റ് തന്നെയാണ് അവിടെ ഫോഴ്സ് ആയിട്ട് വരുന്നത്. ഒരു ഡൗൺവേർഡ് ഫോഴ്സ് ഓരോ ബോഡിയും എക്സേർട്ട് ചെയ്യുന്നുണ്ട്. Each of these forces has a tendency to turn the axis about the origin. ഈ ആക്സിസിനെ about its origin ടേൺ ചെയ്യാനുള്ള ഓരോ മാസം, ഇപ്പോൾ സീസോയിലാണെങ്കിൽ നമ്മൾ രണ്ടുപേരും ഇവിടെ ഇരിക്കുകയാണ് എങ്കിൽ ഈ about this origin അത് മൂവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാക്കുന്നുണ്ടല്ലോ. അത് ആ വെയിറ്റ് അല്ലെങ്കിൽ ആ ഒരു ഡൗൺവേർഡ് ഫോഴ്സാണ് അതിനെ ആ ഒരു മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാക്കുന്നത്. ദിസ് ടേണിംഗ് ഇഫക്റ്റ് ഈസ് കോൾഡ് ടോർക്ക്. ഓക്കെ, ആ ടേണിംഗ് ഇഫക്റ്റിനെയാണ് ടോർക്ക് എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. വിച്ച് ഈസ് മെഷേർഡ് ബൈ മൾട്ടിപ്ലൈയിങ് ദ ഫോഴ്സ് ടൈംസ് force mkg and signed distance xk from the point of application of the origin. അപ്പോൾ ആ ഡൗൺവേർഡ് ഫോഴ്സ് mkg എന്നുള്ളത് ഉദ്ദേശിച്ചിരിക്കുന്നത് ഓരോ മാസ് ഒന്നിലധികം ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ആ mk, അത് m1 m2 m3 ഒക്കെ ആവാം, ഇൻറ്റു ദ ഡിസ്റ്റൻസ് xk, ഓരോന്നും xk എന്നുള്ളത് x1 x2 x3 ഒക്കെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒറിജിനിൽ നിന്ന് ഓരോ മാസിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെ ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത ഫോമിൽ, അപ്പോൾ എത്ര എണ്ണം ഉണ്ടോ അത്ര എണ്ണം മൾട്ടിപ്ലൈ ചെയ്ത് എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ടോർക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ടോർക്കിൻ്റെ ഫോമുലയാണ് പിന്നെ വരുന്നത്. അപ്പോൾ നോട്ട് എഴുതുമ്പോൾ പിക്ചർ വരച്ച് ഹെഡിങ് എഴുതി പിക്ചർ വരച്ച് അതിനുശേഷം ഈ ഫോമുല മാത്രം എഴുതിയാലും മതിയാവും. ദ സം ഓഫ് ദ ടോർക്സ് മെഷേർഡ് ദ സെൻട്രൽ ടെൻഡൻസി ഓഫ് എ സിസ്റ്റം ടു റൊട്ടേറ്റ് അബൌട്ട് ദ ഒറിജിൻ. ആ സം ഓഫ് ദ ടോർക്സ് കണ്ടുപിടിക്കാം. ദിസ് സം ഈസ് കോൾഡ് സിസ്റ്റം ടോർക്ക്. ഓരോന്നിൻ്റെയും ടോർക്ക് കണ്ടുപിടിച്ച് അത് സം ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് സിസ്റ്റം ടോർക്ക്. സിസ്റ്റം ടോർക്ക് ഇസ് ഈക്വൽ ടു m1gx1 പ്ലസ് m2gx2 പ്ലസ് m3gx3. ഓക്കെ, അപ്പോൾ വേണമെങ്കിൽ ആ ഹെഡിങ് എഴുതാം, പിക്ചർ വരയ്ക്കാം. ജസ്റ്റ് ടോർക്ക് എന്താണെന്നുള്ളത്, ആ ടേണിംഗ് എഫക്റ്റിനെയാണ് ടോർക്ക് എന്ന് പറയുന്നത് എന്നുള്ളത് ഈ ഒരു പാരഗ്രാഫിൽ ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രം എഴുതാം. ദെൻ ഇക്വേഷൻ എഴുതാം, സിസ്റ്റം ടോർക്കിൻ്റെ ഇക്വേഷൻ എഴുതാം. അത്രയും ചെയ്താൽ മതിയാവും. ദെൻ ദ സിസ്റ്റം വിൽ ബാലൻസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ്സ് ടോർക്ക് ഈസ് 0. അതിൻ്റെ ടോർക്ക് 0 ആയിരിക്കുമ്പോഴാണത് ബാലൻസ്ഡ് ആണ് എന്ന് നമ്മൾ പറയാം. ബാലൻസ്ഡ് സിസ്റ്റം ആണ് എന്ന് പറയുന്നത് അതിൻ്റെ ടോർക്ക് ഈക്വൽ ടു 0 വരുമ്പോഴാണ്. സിസ്റ്റം ടോർക്ക് ഇസ് ഈക്വൽ ടു, വേണമെങ്കിൽ ജി ഔട്ട്സൈഡ് എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാവുന്നതാണ്. Thus, the torque is the product of gravitational acceleration g and the number m1x1 plus m2x2 plus m3x3. ഓക്കെ, അപ്പോൾ ഇത് എഴുതണമെന്നില്ല കേട്ടോ, ഈ പാരഗ്രാഫ് എഴുതണമെന്നില്ല, അതുപോലെ ഇത് എഴുതണമെന്നില്ല. ഇത് ഈ ഒരു ലൈൻ വരെ എഴുതി വെക്കുക. ദ സിസ്റ്റം വിൽ ബാലൻസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ്സ് ടോർക്ക് ഈസ് 0. അതുവരെ എഴുതാം. ദെൻ നെക്സ്റ്റ് നമുക്ക് എഴുതാനുള്ളത് ഇതാണ്. The number m1x1 plus m2x2 plus m3x3 is called moment of the system about the origin. അത് ഇമ്പോർട്ടൻ്റ് ആണ്. m1x1 plus m2x2 plus m3x3 എന്നുള്ള ആ ഒരു നമ്പർ, അതിനെയാണ് നമ്മൾ മൊമെന്റ് ഓഫ് ദ സിസ്റ്റം അബൌട്ട് ദ ഒറിജിൻ, മൊമെന്റ് എന്ന് പറയുന്നത്. It is the sum of the moments m1x1 plus m2x2 plus m3x3 of the individual masses. ഓരോന്നിൻ്റെയും ഇൻഡിവിജ്വൽ മൊമെന്റ്സ് എന്ന് പറയുന്നത് m1x1 m2x2 m3x3 ആണ്. മാസ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി മൊമെന്റ് കണ്ടുപിടിച്ച് സം ചെയ്തതാണ് മൊമെന്റ് ഓഫ് ദ സിസ്റ്റം അബൌട്ട് ദ ഒറിജിൻ എന്ന് പറയുന്നത്. സോ മൊമെന്റ് ഓഫ് ദ സിസ്റ്റം ഇക്വേഷൻ എഴുതിയാൽ മതി. m ഈക്വൽ ടു മൊമെന്റ് ഓഫ് ദ സിസ്റ്റം അബൌട്ട് ദ ഒറിജിൻ ഇസ് ഈക്വൽ ടു സിഗ്മ എം കെ എക്സ് കെ. സിഗ്മ എം കെ എക്സ് കെ ആണ് മൊമെന്റിന്റെ ഫോർമുല വരുന്നത്. അപ്പോൾ സിസ്റ്റം ടോർക്ക് കണ്ടുപിടിക്കാനുള്ള ഫോർമുല, അതുപോലെ മൊമെന്റ് ഓഫ് ദ സിസ്റ്റം. മാസസ് എലോങ് എ ലൈൻ ആണ് എങ്കിൽ
ഓരോന്നിനും വ്യത്യാസമുണ്ട് കേട്ടോ. മാസ് പല സ്ഥലത്ത് വരുന്നതിനനുസരിച്ച് പല ഫോമുലയാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് പഠിക്കുക. മാസസ് എലോങ് എ ലൈനാണ് പ്ലേസ് ചെയ്തേക്കണമെങ്കിൽ അതിൻ്റെ സിസ്റ്റം ടോർക്കും സിസ്റ്റം മൊമെൻറ്റും കണ്ടുപിടിക്കാനുള്ള ഫോമുലയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഓക്കെ, ഇനി സപ്പോസ് നെക്സ്റ്റ് പറയുന്ന കാര്യം ഇതാണ്. നമ്മുടെ ഒറിജിൻ ഒരു പർട്ടിക്കുലർ പ്ലേസിൽ എക്സ് ബാർ എന്ന് പറയുന്ന ഒരു പ്ലേസിൽ ഒറിജിനെ ഒന്ന് മാറ്റി പ്ലേസ് ചെയ്താൽ ഈ സിസ്റ്റം കംപ്ലീറ്റ് ബാലൻസ്ഡ് ആവും. അങ്ങനെ ബാലൻസ്ഡ് ആവുന്ന ആ ഒറിജിൻ്റെ പ്ലേസ് ഏതാണോ, ഇവിടെ എക്സ് ബാർ എന്നാണ് ആ മാർക്ക് ചെയ്തിരിക്കുന്നത്, ആ ഒറിജിൻ സിസ്റ്റം കംപ്ലീറ്റ് ബാലൻസ്ഡ് ആവുന്ന ആ പൊസിഷൻ, ഒറിജിൻ വെക്കേണ്ട ആ പൊസിഷൻ ഏതാണോ ആ പൊസിഷനെയാണ് നമ്മൾ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്. We want to know where to place the fulcrum to make the system balance. That is, at what point x bar to place it to make torque 0. അപ്പോൾ ബാലൻസ്ഡ് ആവുന്ന സമയത്ത് അതിനെയാണ്, ആ പോയിന്റാണ് നമ്മൾ സെൻറ്റർ ഓഫ് മാസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ബാലൻസ്ഡ് ആവുമ്പോഴത്തെ പ്രത്യേകത ഇതാണ്, ആ ബാലൻസ്ഡ് ആവുമ്പോൾ അവിടെ സിസ്റ്റം ടോർക്ക് 0 ആയിരിക്കും. സിസ്റ്റം ടോർക്ക് അവിടെ 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ടോർക്ക് ഓഫ് എം കെ എബൌട്ട് എക്സ് ബാർ. അപ്പോൾ എബൌട്ട് എക്സ് ബാർ അതിൻ്റെ ടോർക്ക് എന്ന് പറയുന്നത് സൈൻഡ് ഡിസ്റ്റൻസ് ഓഫ് എം കെ ഫ്രം എക്സ് ബാർ. ഇപ്പോൾ നമുക്ക് ഈ x1 x2 x3 എന്നുള്ള ഡിസ്റ്റൻസേ അറിയുള്ളൂ ഇവിടെ ഒറിജിൻ ആയിരുന്നപ്പോഴത്തെ. ഇനി ഇവിടെ ഒറിജിൻ വരുമ്പോഴുള്ള ഡിസ്റ്റൻസ് അറിയണമെങ്കിൽ അത് എന്ത് ചെയ്യണം, എക്സ് കെ മൈനസ് എക്സ് ബാർ ചെയ്യണം, ആ ഡിസ്റ്റൻസ് അറിയണം എന്നുണ്ടെങ്കിൽ അല്ലേ. ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് അറിയണമെങ്കിൽ ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ളത് x1 ആയിരുന്നു. അപ്പോൾ എക്സ് ബാർ മൈനസ് x1 എത്രയാണെന്നുള്ളത് അറിയണം. അപ്പോഴാണ് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് കിട്ടുക. ഓക്കെ, എക്സ് കെ മൈനസ് എക്സ് ബാർ. അതുപോലെ സൈൻ്റെ ഡിസ്റ്റൻസ് ആണ്, അപ്പോൾ അത് പ്രത്യേകം നോക്കിയിട്ട് ചെയ്യാം. അതുപോലെ x2 ഈ ഡിസ്റ്റൻസിൽ നിന്ന് കിട്ടണമെങ്കിൽ x2 മൈനസ് എക്സ് ബാർ. ഇതിനുള്ള ഡിസ്റ്റൻസ് ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് കിട്ടണമെങ്കിൽ x3 മൈനസ് എക്സ് ബാർ. ഓക്കെ, അത് ചെയ്താലാണ് നമുക്ക് ആ എക്സ് ബാറിൽ നിന്നുള്ള കറസ്പോണ്ടിങ് ഡിസ്റ്റൻസുകൾ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ എക്സ് കെ മൈനസ് എക്സ് ബാർ എന്ന് എഴുതിയിരിക്കുന്നത്, ഇൻറ്റു എം കെ ഇൻറ്റു ജി. അപ്പോൾ ഈ സിസ്റ്റം ടോർക്ക് ഇതിൻ്റെ സമ്മേഷൻ വരും, എല്ലാത്തിൻ്റെയും കൂടി സമ്മേഷൻ വരും. ഈക്വൽ ടു 0 വരുമ്പോഴാണ് നമുക്ക് ബാലൻസ്ഡ് ആവുക, ഇക്വിലിബ്രിയത്തിൽ വരിക. അപ്പോഴാണ് നമുക്ക് ആ എക്സ് ബാർ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആ എക്സ് ബാർ ആണ് നമുക്ക് എന്ത് വരുന്നത്, സെൻറ്റർ ഓഫ് മാസ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സെൻറ്റർ ഓഫ് മാസ്. സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാകുന്ന പൊസിഷൻ സെൻറ്റർ ഓഫ് മാസ് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസിൻ്റെ ഫോർമുല ഡിറൈവ് ചെയ്യുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. വേണമെങ്കിൽ ഒന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് നോക്കി പോവാം. സിഗ്മ എക്സ് കെ മൈനസ് എക്സ് ബാർ ഇൻറ്റു എം കെ ഇൻറ്റു ജി ഈസ് ഈക്വൽ ടു 0. അവിടെയാണ് സം ഓഫ് ടോർക്സ് 0 ആവുന്നത്. അതിൽ നിന്നാണ്, ആ കണ്ടീഷനിൽ നിന്നാണ് നമുക്ക് എക്സ് ബാർ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ജി കോമൺ ആയിട്ട് സമ്മേഷൻ ഔട്ട് സൈഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കിട്ടും. ദെൻ ജിയെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുക. അതുപോലെ എം കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ സിഗ്മ എം കെ, ജി അപ്പുറത്തേക്ക് പോയപ്പോൾ 0 ആയി കേട്ടോ, മൾട്ടിപ്ലൈ ചെയ്ത് ജി അപ്പുറത്തേക്ക് പോയപ്പോൾ 0 ആയി. ദെൻ എക്സ് കെ എം കെ മൈനസ് എക്സ് ബാർ എം കെ ഈക്വൽ ടു 0. സമ്മേഷൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സിഗ്മ എം കെ എക്സ് കെ മൈനസ് സിഗ്മ എക്സ് ബാർ എം കെ ഈസ് ഈക്വൽ ടു 0. ദെൻ സിഗ്മ എം കെ എക്സ് കെ ഈസ് ഈക്വൽ ടു, ഇതിനപ്പുറത്തേക്ക് കൊണ്ടുപോവുക, എക്സ് ബാർ സിഗ്മ എം കെ. ഫ്രം ദാറ്റ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ എം കെ എക്സ് കെ ഡിവൈഡഡ് ബൈ സിഗ്മ എം കെ. അതാണ് സെൻറ്റർ ഓഫ് മാസിൻ്റെ നമുക്ക് പഠിക്കാനുള്ള ഫോർമുല കേട്ടോ. സോ എക്സ് ബാർ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ എം ബൈ സ്മോൾ എം എന്നാണ് നമ്മൾ നൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത്. വേർ ക്യാപിറ്റൽ എം ഇസ് ഈക്വൽ ടു സിഗ്മ എം കെ എക്സ് കെ ആൻഡ് സ്മോൾ എം ഇസ് ഈക്വൽ ടു സിഗ്മ എം കെ. ഇതെന്താ, സിഗ്മ എം കെ എക്സ് കെ അല്ലെങ്കിൽ ക്യാപിറ്റൽ എം എന്ന് പറഞ്ഞാൽ മൊമെൻ്റ് ആണ് അല്ലേ. മൊമെൻറ്റിൻ്റെ ഫോർമുല നമ്മൾ ഇതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ മൊമെൻറ്റ് ഓഫ് ദ സിസ്റ്റം മൊമെൻറ്റ് അബൌട്ട് ദ ഒറിജിൻ ഡിവൈഡഡ് ബൈ സിഗ്മ എം കെ എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെ മാസും കൂടി സം ചെയ്തതാണ്. അതാണ് സ്മോൾ എം എന്നുള്ള നൊട്ടേഷൻ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ നൊട്ടേഷൻ വേണമെങ്കിൽ നൊട്ടേഷനിൽ പഠിക്കാം. പക്ഷേ ഈ ഓരോ സ്മോൾ എമ്മും ക്യാപിറ്റൽ എമ്മും എന്താണെന്നുള്ളത് ഓർത്തിരിക്കണം. അതിൽ നല്ലത് നിങ്ങൾ ഈ ഫോർമുല ഡയറക്റ്റ് പഠിച്ചു വയ്ക്കുക. നൊട്ടേഷനിലല്ലെങ്കിലും ഈ ഫോർമുല ഡയറക്റ്റ് പഠിച്ചാലും മതിയാവും. അപ്പോൾ എന്താ ഉള്ളത്, സിഗ്മ എം കെ എക്സ് കെ ഡിവൈഡ് ബൈ സിഗ്മ എം കെ. അതിൽ മുകളിലുള്ളത് മൊമെൻ്റ് ആണ്, താഴെയുള്ളത് ടോട്ടൽ മാസ് ആണ്. സിസ്റ്റത്തിലെ ടോട്ടൽ മാസ് എന്ന് പറയുമ്പോൾ എല്ലാ മാസുകളും കൂടി സം ചെയ്തത്. ഓക്കെ, അപ്പോൾ സിസ്റ്റം മൊമെന്റ് അബൌട്ട് ദ ഒറിജിൻ ബൈ സിസ്റ്റം മാസ് സിഗ്മ എം കെ എക്സ് കെ ഡിവൈഡഡ് ബൈ സിഗ്മ എം കെ ആണ് സെൻറ്റർ ഓഫ് മാസ് എക്സ് ബാർ എന്ന് പറയുന്നത്. പോയിന്റ് എക്സ് ബാർ ഈസ് കോൾഡ് ദി സിസ്റ്റംസ് സെൻറ്റർ ഓഫ് മാസ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. മൊമെന്റ് ടോർക്ക്, മൊമെന്റ്, അതുപോലെ സെൻറ്റർ ഓഫ് മാസ്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് ഫോർമുല പഠിക്കുക. നെക്സ്റ്റ് നമുക്ക് പ്രോബ്ലംസ് നോക്കാം.